അറബി ഭാഷയിലെ സ്പെഷ്യൽ ഫ്രൈസുകൾ നാം പലപ്പോഴായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് അതിൽപ്പെട്ട ഒരു ഫ്രൈസാണ് നമ്മൾ പറയുന്നത് ആയിരുന്നെങ്കിൽ, കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ടൊരു കാര്യത്തെ നാം വിലപിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ് യാറൈത്ത്. യാറൈത്ത് എന്ന്. യഥാർത്ഥത്തിൽ അത് യാറൈത്ത് അല്ല, സാഹിത്യ ഭാഷയിൽ യാലൈത്ത് എന്നാണ്. അല്ലായാണ് നമ്മൾ റാ ആയി മാറിയത് എന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ ഇങ്ങനെ ഉദാഹരണം, അലാലൈത്ത ശബാബ യഊദു യൗമ ഫൗഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. കേട്ടിട്ടില്ല ഒരു കവി സങ്കടം പറഞ്ഞത്? അലാലൈത്ത ശബാബ യഊദു യൗമ, എൻ്റെ യുവത്വമെങ്ങാനും തിരിച്ചു വന്നിരുന്നെങ്കിൽ ഫൗഖ്ബിറുഹു ബിമാ ഫഅല ശബാബു, എൻ്റെ ആ ഷൈബ്, അതായത് എൻ്റെ നിര, എന്നെ കാട്ടിയ വിഷമങ്ങൾ, വികൃതികളെ ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ലൈറ്റ പറയുന്നത്. ആ ലൈറ്റയുടെ ഒരു മോഡലാണ് സാധാരണ പറയാണ്ട് യാലൈറ്റ് എന്ന്. യലൈറ്റ്. അപ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, യലൈറ്റ് എന്ന് പറയും. നമുക്കൊരു സംഗതി, പിന്നെ ഈ മാസം നമുക്ക് വലിയ ഒരു മുഫാജ വരാനുണ്ട്, ഒരു സർപ്രൈസ് വരാനുണ്ട്, യലൈറ്റ് എന്ന് പറയും. ഓക്കെ, യറൈറ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. മനസ്സിലായോ? യറൈറ്റ്. ബാക്കി പറഞ്ഞാൽ മതി. യറൈറ്റ് യറൈറ്റ് ഹസ്സൽ ഹാദാ ഷർദ, ഈ മാസം തന്നെ അത് കിട്ടിയിരുന്നെങ്കിൽ യറൈറ്റ് എന്ന് പറഞ്ഞു നോക്കിയേ. യറൈറ്റ് എന്നാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ഫ്രൈസുമായി വീണ്ടും കാണാം. അസ്സലാമു